പി.വി. അൻവറിന്റെ യു.ഡി.എഫ് മുന്നണി പ്രവേശനത്തിന് സമ്മർദ്ദം ചെലുത്താനൊരുങ്ങി മുസ്ലിം ലീഗ്. അൻവർ മുന്നണിയിലെത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതാക്കൾ. യു.ഡി.എഫ് യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പി.വി. അൻവർ ഉന്നയിച്ച ഒരു വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിലവിലിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പി.വി. അൻവർ നേടിയ വോട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ യു.ഡി.എഫ് മുന്നണിയിലേക്ക് പ്രവേശനം ഉണ്ടായാൽ അത് നന്നായിരിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത്. നേരത്തെ തന്നെ ലീഗ് നേതാക്കളെ കാണുകയും ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി പി.വി. അൻവറിനും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ലീഗിന്റെ സമ്മർദ്ദം കോൺഗ്രസ് അംഗീകരിക്കുമോ? യു.ഡി.എഫ് യോഗത്തിൽ ഇത് ചർച്ചാ വിഷയമാകുമ്പോൾ ഏത് രീതിയിലാകും ചർച്ചകൾ മുന്നോട്ട് പോകുക എന്നുള്ളതും നോക്കിക്കാണേണ്ടതല്ലേ ദിസ്ന? തീർച്ചയായും രോഹിണി, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനെ കൂടെ കൂട്ടണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും 20,000-ലധികം വോട്ടുകളാണ് അൻവർ നേടിയത്. ഈ വോട്ടുകൾ എവിടെ നിന്ന് ലഭ്യമായി എന്നതടക്കം വിശകലനം ചെയ്തപ്പോൾ ഇടത് നേതൃത്വത്തിന്റെ വോട്ടുകൾ കൂടുതലായും അൻവറിന് ലഭ്യമായി എന്നൊരു കണക്കുകൂട്ടലിലാണ് നേതൃത്വം എത്തിയത് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അൻവറിന് ആ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ ചില സ്വാധീനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിണറായിയോടൊപ്പം നിന്ന് പിന്നീട് പിണറായിസത്തിനെതിരെ വലിയ രീതിയിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെയും പറഞ്ഞത് അൻവർ തന്നെയാണ്. അൻവറിനെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ എടുക്കണമെന്നൊരു നിലപാട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കളാണ് ഇത് സാധ്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും യു.ഡി.എഫിന്റെ കോൺഗ്രസിന്റെ നിലപാട് ഇത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും നൽകണ്ട എന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. മറിച്ച് യോഗത്തിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻവറിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ അൻവറിനോട് ഒരു അനുഭാവം ഉണ്ടായിരുന്നതും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. തന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങളോട് അൻവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ലീഗ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അൻവർ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നൊരു ചിന്താഗതി തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്. പ്രധാനമായും ഈ അൻവറിന് കൂടുതൽ വോട്ടുകൾ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഒക്കെ തന്നെയും ലീഗ് പിന്തുണയ്ക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ കോൺഗ്രസിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ ഈ ലീഗിന്റെ ഇടപെടലും എങ്ങനെയാണ് ഈ അൻവറിനെ മുന്നണി പ്രവേശനത്തിലേക്ക് സഹായിക്കുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട് രോഹിണി. ശരി ദിസ്ന.